ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മോ സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 3 കെട്ട് പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 64 പീസാണ് ഒരു കെട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ 32 പീസാണ് കേട്ടോ. 32 പാൻറ്റാണ് ഒരു കെട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 കെട്ടും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതുവരെ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നത് ടോപ്പ് ഫോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പാൻറ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻറ്റിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ആദ്യം ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ബാക്കി എല്ലാ പീസുകളും ഇതുപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഈ ഒരു പലാസോ പാൻറ്റ് മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മടക്കിയെടുക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു പാൻറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത 2 കെട്ട് മാത്രമാണ് കേട്ടോ കാണുള്ളൂ. കാരണം നമുക്ക് കൊടുത്ത ആൾ നമുക്ക് എത്തിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിൽ സാധനം എത്തിച്ച് തന്നിട്ടില്ല. അവർ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊണ്ടുതരാൻ ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് സമയമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള തിരക്ക് കാരണം ഞാനിപ്പോൾ എൻ്റെ ഭാഗം മാത്രം ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാതും ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് എല്ലാതും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഡിഫറെൻറ്റ് കളറിലായിരുന്നല്ലോ നമുക്ക് 3 പീസുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് അതുപോലെ തന്നെ 3ഉം വേറെ വേറെ രീതിക്ക് വേണം കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ 2 പീസാണ് അതായത് 2 കെട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ 2 കെട്ടും ഞാൻ ഇതുപോലെ തന്നെ 64 പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പലാസോ പാൻറ്റിൻ്റെ ഓർഡർ വന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ ടോപ്പുകളുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പലാസോ പാൻറ്റിൻ്റെ കെട്ട് വന്നതുകൊണ്ട് ആദ്യം പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടോപ്പുകൾ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ആകാംക്ഷയിലും ആവേശത്തിലും എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് 3 കെട്ട് കിട്ടിയതും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നെന്ന് പറയുമ്പോൾ ഈ 2 ദിവസത്തിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേഗം സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനും ഈ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ 11 മണി ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തിരക്കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ പുതിയ ടോപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേഗം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ടോപ്പിൽ അവർക്ക് ഫ്രണ്ട് പീസിൽ വെക്കാനുള്ള പീസ് എന്തോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഡിലേ ആയി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാൻറ്റുകളും മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം വീണ്ടും എന്നോട് തന്നെ പലാസോ പാൻറ്റ് വേണമെന്ന് ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, പലാസോ പാൻറ്റ് വേണ്ട, ടോപ്പിൻ്റെ പീസ് വന്നിട്ട് വിളിച്ചാൽ മതി, അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളോട് തരുന്ന സമയത്ത് പാൻറ്റ് വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പുകളും തരാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പീസ് ഉണ്ടായിരുന്നില്ല എന്നത് ഇപ്പോഴാണ് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ആളാണെങ്കിൽ സ്ഥലത്തും ഇല്ല കേട്ടോ. കാരണം നമുക്ക് പീസ് കൊണ്ടുവന്ന് തരുന്ന ആൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരാനും 2 ദിവസം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഡിലേ ആയി പോയത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും റിസ്ക് എടുത്തിട്ട് ബസ്സിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളത് കൊടുത്തിട്ടൊന്നുമില്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നമ്മൾ ചിലപ്പോൾ അത് അവരെ ഏൽപ്പിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ആൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ വേറെ ഓർഡറും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബസ്സിന് തന്നെ പോയിട്ട് ഈ പാൻറ്റ് അവരെ ഏൽപ്പിച്ചാൽ അടുത്ത കെട്ടും ഈ പറഞ്ഞ 2 കെട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തിട്ട് വരാമായിരുന്നു. പക്ഷെ നമുക്ക് നാളെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ടൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പാൻറ്റിൽ ഒരു പീസിൽ താഴ്വശത്ത് ആ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പാൻറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പീസിൽ മാത്രം നമുക്ക് താഴ്വശത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അത് അതുപോലെ തന്നെ ആക്കിയിട്ട് ആ കെട്ടിൻ്റെ മുകളിൽ തന്നെ വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പീസാണ് ഞാനിപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാ തുണികളും ഇതുപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ആക്കി വെച്ച ശേഷം വീണ്ടും അതെല്ലാം കൂടിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കാനായിട്ട്.
അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. അവൻ്റെ നിന്ന് വാങ്ങുകയും ചെയ്തിട്ട് നമ്മൾ പിന്നെ അടിക്കാതെ ഇരുന്നാൽ അതും അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ടെൻഷനോടുകൂടി ടെൻഷൻ അടിച്ചിട്ട് തിരക്ക് പിടിച്ചിരുന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഏൽക്കാതെ ഇരുന്നത്. പിന്നെ പലാസോ പാൻറ് ആയതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് വയ്യാതായത് കൊണ്ടാണ് ഒരു ദിവസം ഡിലേ ആയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം തന്നെ നമ്മൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് കംപ്ലീറ്റ് ചെയ്തതും. പക്ഷേ അതാണെങ്കിൽ ഇങ്ങനെ ആവുകയും ചെയ്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 പേര് ആ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർ ടോപ്പ് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് കൂടി നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ ഈ ഒരു പാൻറ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് കേട്ടോ. അതുപോലെ തന്നെ താഴെ വയ്ക്കുന്ന പീസ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റയോൺ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അത് പെട്ടെന്ന് തന്നെ ചുളുങ്ങി പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു 2 അടുപ്പിച്ചിട്ടാൽ തന്നെ അതിന് നല്ല രീതിക്ക് ചുളിവ് പറ്റും. അപ്പോൾ ആ ഒരു ചുളിഞ്ഞതാണ് കേട്ടോ നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഞാനത് തുടക്കത്തിൽ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.